ചില കാര്യങ്ങൾ പച്ചയ്ക്ക് പറയാതെ വയ്യ. ഈ രാഹുൽ ഗാന്ധി ഒരു ഒന്നാം നമ്പർ രാജ്യദ്രോഹിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഇന്നിപ്പോൾ വലിയ വാർത്തയും ബഹളമൊക്കെയായി. ഭാരതത്തിന് എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു? ഇത് ഇപ്പോൾ കണക്ക് പറയണം. ആരെങ്കിലും ഈ കണക്ക് ഈ സമയത്ത് ചോദിക്കുമോ? അത് പറയാൻ കൊള്ളാമോ? ഇനി നഷ്ടപ്പെട്ടില്ലെങ്കിൽ നഷ്ടപ്പെട്ടാലും അത് പറയേണ്ടത് പട്ടാളമാണ്. അവരിപ്പോൾ അത് പറയാൻ പോകുന്നില്ല. നമ്മൾ ന്യൂക്ലിയർ ഫെസിലിറ്റിയിൽ കയറി ചവിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ഒരു മിസ്ചിവസ് ചിരിയോടെയാണ് പട്ടാളം മറുപടി പറഞ്ഞത്. നമ്മളൊക്കെ ആ പത്രസമ്മേളനം കണ്ടതാണല്ലോ. അതിനു മുമ്പ് പട്ടാളം പത്രസമ്മേളനം നടത്തിയപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ പാകിസ്ഥാനിന് മെസ്സേജ് കൊടുത്തു, ഞങ്ങൾ ഈ ടെറർ പോയിൻറ്റ്സ് മാത്രമാണ് അറ്റാക്ക് ചെയ്യുന്നത്, നിങ്ങൾ എന്ത് പറയുന്നു, നിങ്ങൾ തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം എന്ന് പറഞ്ഞു. ഇത് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ജനറൽ ഗായ് പറയുന്നത് നമ്മൾ നേരിട്ട് കണ്ടതാണ്. കാണാത്തവർക്ക് ആ പത്രസമ്മേളനം യൂട്യൂബിലുണ്ട്, ഇപ്പോഴും എടുത്ത് കാണാവുന്നതേ ഉള്ളൂ. ഇതിലെന്താ ഇത്ര വലിയ കാര്യം? ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് ഒരു വീഡിയോയിൽ ജയശങ്കർ പറഞ്ഞു, ഫ്രം ദ സ്റ്റാർട്ട് വി ടോൾഡ് ദം വി ആർ അറ്റാക്കിംഗ് യുവർ ടെറർ പോയിൻറ്റ്സ്, നോട്ട് യുവർ മിലിറ്ററി. യുവർ മിലിറ്ററി ഹാസ് ആൻ ഓപ്ഷൻ നോട്ട് ടു ഇൻ്റർഫിയർ, ബട്ട് ദേ ചൂസ് നോട്ട് ടു ഹീഡ് ടു അവർ ഗുഡ് അഡ്വൈസ്. ഇതാണ് ജയശങ്കർ പറഞ്ഞത്. ഇതിൻ്റെ മലയാളം നമ്മളെടുത്താൽ, ആദ്യമേ തന്നെ ഞങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ ഭീകര കേന്ദ്രങ്ങൾ, താവളങ്ങളുണ്ടല്ലോ, അതിനെയാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ പട്ടാളത്തെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്നില്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പട്ടാളത്തിൽ ഇതിൽ ഇടപെടാതെ മാറി നിൽക്കാം. പക്ഷേ അവർക്ക് ആ നല്ല ഉപദേശം ചെവിക്കൊള്ളാൻ തോന്നിയില്ല. ഇതാണ് ഇതിൻ്റെ മലയാള തർജ്ജമ. ആദ്യമേ പറഞ്ഞു എന്ന് പറയുന്നത് എന്തോ രഹസ്യം ചോർത്തി കൊടുത്തു എന്നുള്ള മട്ടിലാക്കി രാജീവ് ഗാന്ധി. ഈ ആദ്യം പറയുക എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ വാണിംഗ് കൊടുത്തു എന്നാണ് അതിനർത്ഥം, ഇല്ലേ? വാണിംഗ് കൊടുത്തതാണ് നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. ഓപ്പറേഷൻ സിന്ദൂർ അനൗൺസ് ചെയ്യുന്നത് ഈ മെയ് 6-നും 7-നും ഇടയ്ക്കുള്ള രാത്രിയിൽ ഇവരുടെ ടെറർ അറ്റാക്ക് നടക്കുമ്പോഴാണ്, ടെറർ കേന്ദ്രങ്ങളിൽ നമ്മുടെ അറ്റാക്ക് നടക്കുമ്പോഴാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ അനൗൺസ് ചെയ്യുന്നത്. പിറ്റേ ദിവസം രാവിലെ ഇവർ ജസ്റ്റിസ് ഹാസ് ബീൻ ഡെലിവേർഡ് എന്ന് ഇന്ത്യൻ ആർമിയുടെ ട്വീറ്റ് വന്നു. ഞാൻ അന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ആ ട്വീറ്റ് എനിക്കൊരു സങ്കടമുണ്ടാക്കി. ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് നിർത്തിക്കളഞ്ഞോ ഇത്രയും കൊണ്ട്, ന്യായം നടപ്പിലായോ, പോരല്ലോ ഇത് എന്നെനിക്ക് തോന്നി. പക്ഷെ ഞാനും ഒന്നും പറഞ്ഞില്ല. ബട്ട് അത് കഴിഞ്ഞ് വീണ്ടും അടി നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം നടക്കുന്നത് ഓക്കെ, എനിക്ക് സന്തോഷം, എനിക്ക് നേരത്തെ ചെറിയൊരു മനസ്താപം ഉണ്ടായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞു. പലർക്കും, ഒരുപാട് പേർക്ക് ആ വികാരമുണ്ടായിരുന്നു, ഈ 9 ടെറർ കേന്ദ്രങ്ങൾ തീർത്തിട്ട് ഇവിടെ വെച്ച് നിർത്തിയത് ശരിയായില്ല എന്ന്. ബട്ട് ഒരു സിവിലൈസ്ഡ് നേഷൻ എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെയും പട്ടാളത്തിൻ്റെയും തീരുമാനം ഈ ടെറർ ക്യാമ്പ് തകർത്തിട്ട് പിന്നെ പാകിസ്ഥാൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ അവിടെ വെച്ച് നിർത്താം എന്നായിരുന്നു. കാരണം തുടർന്നു പോകുന്ന ഒരു യുദ്ധം നമ്മൾ ആഗ്രഹിച്ചില്ല. ബട്ട് പാകിസ്ഥാൻ എന്ത് ചെയ്തു? തിരിച്ച് നമ്മളെ ആക്രമിച്ചു, ഡ്രോൺ കൊണ്ടും മിസൈൽ കൊണ്ടുമെല്ലാം. ഇപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പട്ടാളം പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്തത് പഞ്ചാബിലെ സുവർണക്ഷേത്രമാണ്, അമൃത്സറിലെ സുവർണക്ഷേത്രം. 3 തവണ സുവർണക്ഷേത്രത്തിലേക്ക് നിരവധി റോക്കറ്റുകളും ഡ്രോണുകളും അവരയച്ചു. എല്ലാം നമ്മളുടെ ആൾക്കാർ നിർവീര്യമാക്കി, ആകാശത്തിൽ വെച്ച് തന്നെ പൊട്ടിച്ച് കളഞ്ഞു. അതുകൊണ്ട് സുവർണക്ഷേത്രത്തിന് ഒരു കുഴപ്പവും പറ്റാതെ നിൽക്കുന്നു. അവരുടെ ഉദ്ദേശം സുവർണക്ഷേത്രം തകർക്കുകയും അങ്ങനെ സിഖുകാർ സ്വന്തം നാടിനെതിരെ തിരിയുകയും ചെയ്യും എന്നൊക്കെയുള്ള
ഹീനമായ തന്ത്രങ്ങളാണ് പാകിസ്ഥാൻ പയറ്റുന്നത്. പെഹൽഗാമിൽ അവർ ഹിന്ദുക്കളെ മാത്രം മാറ്റി നിർത്തി വെടിവെച്ച് കൊന്നത് ഭാരതത്തിൽ ഒരു ഹിന്ദു മുസ്ലിം പ്രശ്നം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആക്രമണത്തിൽ സുവർണക്ഷേത്രത്തെ അവർ ലക്ഷ്യം വെച്ചത് സിഖുകാർ ഭാരതത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ഇതുപോലത്തെ തേർഡ് റേറ്റ് കളികൾ കളിക്കുന്ന ഒരു രാജ്യത്തെ പരോക്ഷമായിട്ട് സഹായിക്കുന്ന ചോദ്യമാണ് ഈ അവസരത്തിൽ രാഹുൽ ഗാന്ധി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ നിലവിലുണ്ട്. ലോകപ്രശസ്ത ഡിഫൻസ് അനലിസ്റ്റായ ടോം കൂപ്പറിൻ്റെ അനാലിസിസ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചതാണ്. അതിൽ അദ്ദേഹം 4 വിമാനങ്ങൾ, കുറഞ്ഞപക്ഷം 3 വിമാനങ്ങൾ ഉറപ്പായിട്ടും ഭാരതത്തിന് നഷ്ടപ്പെട്ട് കാണും എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇതിൻ്റെയൊന്നും ഫോട്ടോഗ്രാഫ്സോ സാറ്റലൈറ്റ് ഫോട്ടോയോ വീഡിയോയോ ഒന്നും ആരുടെ കയ്യിലും ഇല്ല. പാകിസ്ഥാൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവരിതിനു മുമ്പേ പുറത്തു വിട്ടേനെ. രാഹുൽ ഗാന്ധി പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് അയാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാളും പുറത്തു വിട്ടേനെ. ഇപ്പോൾ ഇന്ത്യൻ ആർമിയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കാര്യം നോക്കുക. 3-4 വിമാനം തകർന്നു കഴിഞ്ഞാൽ 2-3 കിലോമീറ്റർ സ്ക്വയർ കിലോമീറ്ററിലാണ് ഇതിൻ്റെ ഡെബ്രി, ഇതിൻ്റെ ചവറൊക്കെ വീഴുന്നത്. പൊട്ടിയ എഞ്ചിൻ്റെ കഷ്ണം, ചിറകിൻ്റെ കഷ്ണമൊക്കെ നമുക്ക് അറിയാമല്ലോ വിമാനം തകർന്ന് കിടക്കുന്നത്. ഇതൊക്കെ എന്താ ഇന്ത്യൻ എയർഫോഴ്സ് ടർപ്പോളയിട്ട് മൂടിയോ വീഴുന്നതിന് മുമ്പേ? ആൾതാമസമുള്ള സ്ഥലത്താണല്ലോ ഇതെല്ലാം നടക്കുന്നത്. ആരുടെയെങ്കിലും തലയിൽ വിമാനം പൊട്ടി വീണു എന്ന് പറഞ്ഞൊരു കേസുണ്ടോ? ഡ്രോൺ വീണതൊക്കെയുണ്ട്. നമ്മുടെ കുറേയധികം ആൾക്കാർ മരിച്ചുപോയി ഈ ഡ്രോൺ അറ്റാക്കിൽ. ബട്ട് വിമാനം ആരുടെയും തലയിൽ തകർന്നു വീണിട്ടില്ല. പാകിസ്ഥാൻ അതിർത്തിക്കുള്ളിലാണ് വീണതെങ്കിൽ അവർ ഫോട്ടോ എടുക്കും, ഉറപ്പായിട്ട് ലോകം മുഴുവൻ കാണിക്കും. ഇനി ഒന്നുമില്ലെങ്കിൽ സാറ്റലൈറ്റുകൾ നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങളിലെ സാറ്റലൈറ്റുകൾ ഈ പ്രദേശത്ത് ചുറ്റിക്കൊണ്ടേയിരിക്കും ഒരു യുദ്ധരംഗത്ത്. അവരാരെങ്കിലും വിമാനം തകർന്ന് വീണതിൻ്റെ ഫോട്ടോ കാണിക്കണമല്ലോ, ആരും കാണിച്ചിട്ടില്ല. അതിനർത്ഥം എന്താ? ഇന്ത്യൻ എയർഫോഴ്സ് സമ്മതിക്കാത്തിടത്തോളം കാലം ഒരു വിമാനവും തകർന്നു വീണില്ല എന്ന് നമുക്ക് നിഗമനത്തിലെത്തേണ്ടി വരും. ഇനി ഇന്ത്യൻ എയർഫോഴ്സ് പറയുകയാണ് വിമാനം തകർന്നു എന്ന് പറഞ്ഞാൽ അത് എവിടെ തകർന്നു, എങ്ങനെ അത് മാനേജ് ചെയ്തു എന്നും അവർ പറയും. ഒരു പക്ഷേ പറയുമായിരിക്കും, തകർന്നെന്നോ തകർന്നില്ലെന്നോ ഒക്കെ പറയുമായിരിക്കും. ഇപ്പോൾ അത് പറയേണ്ട സമയമാണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിൻ്റെ ഒരു ടൈമിംഗ് ഉണ്ടല്ലോ. ഓപ്പറേഷൻ സിന്ദൂർ നമ്മളൊന്ന് പോസ് ചെയ്തിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഈ നിമിഷം ഓപ്പറേഷൻ സിന്ദൂർ റീസ്റ്റാർട്ട് ചെയ്തു എന്ന് വരും. കാരണം അത്ര വലിയ ഡാമേജാണ് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാൻ അവരുടെ എയർബേസസ് എല്ലാം റീകോൺക്രീറ്റ് ചെയ്ത് റൺവേ ഒക്കെ ശരിയാക്കാനായിട്ട് ടെൻഡർ വിളിച്ചിരിക്കുന്നു. ഈ ടെൻഡർ, പബ്ലിക് ടെൻഡർ വിളിച്ചു കഴിയുമ്പോൾ എല്ലാവരും ഇത് വായിക്കുമല്ലോ. അപ്പോൾ പാകിസ്ഥാനെ യാതൊരു നാശനഷ്ടവും ഉണ്ടായില്ല എന്ന് പറഞ്ഞ ആൾക്കാർ എന്തിനാണ് അവരുടെ എയർബേസസ് നന്നാക്കാനായിട്ട് അർജൻറ്റായിട്ട് ടെൻഡർ വിളിച്ചത്? പക്ഷേ ഇതൊന്നും രാഹുൽ ഗാന്ധിക്ക് അറിയേണ്ട കാര്യമില്ല. പാകിസ്ഥാൻ പരിഭ്രമിക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിലാവുന്ന ഒരു ചോദ്യം പോലും രാഹുൽ ഗാന്ധി ചോദിക്കുന്നില്ല. അതേസമയം എങ്ങനെയും ഇന്ത്യൻ പട്ടാളത്തെയും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനെയും കൊച്ചാക്കി കാണിക്കണം, അവരെന്തോ കള്ളക്കളി കളിച്ചു, അവരുടെ നയതന്ത്രം തെറ്റിപ്പോയി, പാളിപ്പോയി, പാകിസ്ഥാനുമായിട്ട് രഹസ്യധാരണയുണ്ടാക്കി, അല്ലെങ്കിൽ നേരം സന്ധ്യയായി കഴിഞ്ഞപ്പോൾ അത് ചൈനയുമായിട്ട് രഹസ്യധാരണ, അമേരിക്കയുമായിട്ട് രഹസ്യധാരണ എന്നൊക്കെ പറഞ്ഞ ആരോപണങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയാണ്. ഇതിനെ രാജ്യദ്രോഹം എന്നല്ലാതെ വേറെ എന്താ വിളിക്കുക? എനിക്ക് കോൺഗ്രസ്സുകാരോട് സഹതാപമുണ്ട്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ട്വിറ്റർ ഹാൻഡിലും ഈ സാധനം എടുത്ത് ആഘോഷിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ്സുകാർ മുഴുവൻ രാജ്യദ്രോഹികളാണെന്ന് ഞാൻ പറയുകയില്ല. അവരുടെ കൂട്ടത്തിൽ കുറേയധികം കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ ബൈ നേച്ചർ ഭാരതത്തോട് സ്നേഹമില്ലാത്തവരാണ്. ഒരു നിവൃത്തിയുണ്ടെങ്കിൽ ഭാരതം ഛിന്ന ഭിന്നമായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് തിയററ്റിക്കലി. പ്രാക്ടിക്കലി അത് ചെയ്യാൻ പറ്റാത്തത് നാട്ടുകാരെടുത്തിട്ട് മെതിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. ആ തിയറി അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ഇത്തരം കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സിലേക്ക് ചേക്കേറിയിട്ട് കമ്മ്യൂണിസ്റ്റ് മൈൻഡുള്ള ധാരാളം കോൺഗ്രസ്സുകാർ
കേരളത്തിലുണ്ട്. അതിലൊരു ബിരുദനാണ് വി ഡി സതീശൻ. വി ടി ബലറാം അതുപോലത്തെ ഒരു കക്ഷിയാണ്. ഇവർക്കൊക്കെ ഈ വക ചോദ്യങ്ങൾ ഭാരതത്തോടും ഭാരതത്തിൻ്റെ പട്ടാളത്തോടും ചോദിക്കാൻ തോന്നും. അവർക്ക് ആ തോന്നൽ പിടിച്ചു നിർത്താൻ പറ്റില്ല. അതേസമയം ശരി, ഇനിയിപ്പോൾ ഞങ്ങളൊരു മധ്യസ്ഥൻ്റെ റോളിലാണ്, ഞങ്ങൾ ഭാരതവുമല്ല പാകിസ്ഥാനുമല്ല, മധ്യസ്ഥന്മാരാണ്, യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിലെ മെമ്പർമാരാണ് ഞങ്ങൾ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയോട് ചോദിക്കുന്ന അതേ ചോദ്യങ്ങൾ പാകിസ്ഥാനോട് ചോദിക്കാനും ബാധ്യതയുണ്ട്. അത് നിങ്ങൾ ചോദിക്കാത്തത് എന്താ? അത് ചോദിക്കാത്തത് കൊണ്ടാണ്, ഇന്ത്യയോട് മാത്രം ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ UN സെക്യൂരിറ്റി കൗൺസിലിലെ അംഗങ്ങൾ, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന UN സെക്യൂരിറ്റി കൗൺസിൽ, അതിലെ അംഗങ്ങളോടും രാഹുൽ ഗാന്ധിയോടും ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് നിഷ്പക്ഷതയില്ലേ? നിഷ്പക്ഷതയെങ്കിലും വേണമല്ലോ. എനിക്കും എന്നെപ്പോലുള്ള പൗരന്മാർക്കും പക്ഷമുണ്ട്, അത് ഭാരതത്തിൻ്റെ പക്ഷമാണ്. നിങ്ങൾ നിഷ്പക്ഷരാണ് എന്ന് വിചാരിച്ചാൽ തന്നെ ഒരേ ചോദ്യം രണ്ട് രാജ്യങ്ങളോട് നിങ്ങൾ ചോദിക്കേണ്ടേ? അത് ചോദിക്കുന്നില്ല, ഭാരതത്തോട് മാത്രം കണക്ക് ചോദിക്കുന്നു. അതിനർത്ഥം നിങ്ങൾ പാകിസ്ഥാൻ്റെ ഭാഗത്താണ്. അതുകൊണ്ട് നിങ്ങൾ രാജ്യദ്രോഹികളാണ്. ഇക്വേഷൻ വളരെ സിമ്പിളാണ്. ഒരു ക്രൈസിസിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ, ഇപ്പോൾ കോൺഗ്രസ് ആയിരുന്നു ഭരണത്തിലെന്ന് വയ്ക്കുക, അവർ ഈ യുദ്ധത്തിന് പോവില്ല. അത് പ്രധാനപ്പെട്ട കാര്യം. അതായത് മുംബൈ അറ്റാക്ക് കഴിഞ്ഞപ്പോൾ 166 സിവിലിയൻസിനെ കൊന്ന മുംബൈ അറ്റാക്ക് കഴിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാതിരുന്ന ചരിത്രമാണ് കോൺഗ്രസ്സിനുള്ളത്. ഒന്നും ചെയ്തില്ല. കുറേ ഡോസിയർ തെളിവുകളൊക്കെ അയച്ചു കൊടുത്തു പാകിസ്ഥാൻ പറഞ്ഞു ഈ തെളിവൊന്നും അംഗീകരിക്കാൻ പറ്റില്ല, വേറെ തെളിവുണ്ടെങ്കിൽ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാ അങ്ങനെ അങ്ങ് പോയി. ഓർക്കുന്നില്ലേ? അപ്പോൾ ഈ മുംബൈ ആക്രമണം കഴിഞ്ഞിട്ട് യാതൊരു ചുക്കും ചെയ്തില്ല. അങ്ങനെയുള്ള ആൾക്കാർ എന്തെങ്കിലും ചെയ്ത ആളിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ കണക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല മനസ്സോടെ അല്ല എന്ന് ആർക്കും മനസ്സിലാവും. കോൺഗ്രസ് ഈ സ്വയംകൃതാനർത്ഥത്തിൽ പോയി ചാടുകയാണ്. ഇപ്പോൾ നമ്മളുടെ 59 MP-മാർ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് നടന്ന സംഭവങ്ങൾ അവരെ ബോധിപ്പിക്കാനായിട്ട് സർക്കാരിൻ്റെ പ്രതിനിധികളായിട്ടാണ് അവർ പോകുന്നത്, ഓരോ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടല്ല. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ആരൊക്കെ പോകുന്നുണ്ട്, ആരൊക്കെ പോകുന്നില്ല. അതിൽ മമതാ ബാനർജി കയറി ഉടക്കി എന്ത് വാങ്ങിക്കോട്ടെ, 59 പേര് പോകുന്നുണ്ട്. ആ പോകുന്ന സമയത്ത് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇവരീ പോകുന്ന രാജ്യങ്ങളിൽ അവർ ചോദിക്കില്ലേ, അതേ നിങ്ങളുടെ ഒരു പ്രതിപക്ഷ നേതാവുണ്ടല്ലോ രാഹുൽ ഗാന്ധി, അയാളുടെ ചോദ്യം അതിന് മറുപടി കൊടുത്ത് അയാളെ ഒന്ന് സമാധാനിപ്പിക്കുക, അത് കഴിഞ്ഞ് ഞങ്ങളോട് പറ, ഞങ്ങൾക്കിപ്പോൾ ഇതിൽ പ്രശ്നമില്ല, നിങ്ങൾ യുദ്ധത്തിൽ ജയിച്ചോ തോറ്റോ, നിങ്ങളുടെ എത്ര വിമാനം പോയി, പാകിസ്ഥാൻ്റെ എത്ര വിമാനം പോയി, ഇതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. ഈ സംഭവം ഞങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ പറയാമെന്നത് മനസ്സിലായി. പക്ഷേ നിങ്ങളുടെ ആൾ സമ്മതിക്കുന്നില്ലല്ലോ, നിങ്ങളുടെ സ്വന്തം ആൾ സമ്മതിക്കുന്നില്ലല്ലോ. ഇതിലേറ്റവും പരിക്ക് പറ്റാൻ പോകുന്നത് ശശി തരൂരിനാണ്. കാരണം ശശി തരൂരിൻ്റെ നേതാവ് ഇപ്പോഴും രാഹുൽ ഗാന്ധിയാണ്. ശശി തരൂർ പോകുന്ന ഒരു രാജ്യം അമേരിക്കയാണ്. അമേരിക്കക്കാർ പറയുന്നു, അല്ല ചേട്ടാ കാര്യമൊക്കെ ശരി, സംഗതി മനസ്സിലായി, ചേട്ടൻ വിശദീകരിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലായി, ചേട്ടൻ്റെ സ്വന്തം നേതാവിനെ ഇതൊന്നും ബോധ്യപ്പെടുത്താത്തത് എന്താ? അങ്ങേര് ചോദിച്ച ചോദ്യങ്ങൾക്ക് ചേട്ടൻ മറുപടി കൊടുക്കണ്ടേ? ആദ്യം സ്വന്തം നേതാവിനെ ബോധ്യപ്പെടുത്തണ്ടേ, എന്നിട്ട് വേണ്ടേ ഞങ്ങളുടെ അടുത്ത് വരാൻ? അല്ല ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ബോധ്യപ്പെടുത്തുകയോ പെടുത്താതിരിക്കുകയോ വെച്ചത് ഞങ്ങൾക്കത് വിഷയമല്ല. എന്നാലും പറയുകയാണ്, ഒരു നാട്ടു നടപ്പനുസരിച്ച് നിങ്ങളുടെ വീട്ടിലുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണ്ടേ പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ എന്നാരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? അവിടെ ശശി തരൂരും ജയ് പാണ്ഡായും അസദുദ്ദീൻ ഒവൈസിയും ഒക്കെ കുരുങ്ങിപ്പോവും ഈ ചോദ്യത്തിന് മുമ്പിൽ. അങ്ങനത്തെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന രാജ്യദ്രോഹിയാണ്. ഈ സമയത്ത് ഇതെടുത്തിടുകയും പട്ടാളത്തെ തന്നെ പ്രതിരോധത്തിലാക്കുകയും. ഇപ്പോൾ അദ്ദേഹം ജയശങ്കറിനോടാണ് ചോദിക്കുന്നത്. ജയശങ്കറിനോടും മോദിയോടും വൈകുന്നേരമായപ്പോൾ മോദിയെയും അതിൻ്റെ കൂടെ കൂട്ടി. ഇനിയിപ്പോൾ നാളെ നേരെ പട്ടാളത്തോട് തന്നെ ചോദിക്കും, നിങ്ങളെന്ത് പൂക്രാണ്ടിയാടോ അവിടെ ഉണ്ടാക്കിയതെന്ന് ചോദിക്കില്ലേ? ചോദിക്കാമല്ലോ. പട്ടാളം മറുപടി കൊടുക്കുകയില്ല എന്നുള്ളത് വേറെ കാര്യം.
അത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. ബട്ട് ചോദ്യം ചോദിക്കുക, പ്രതിപക്ഷത്തിൻ്റെ ജോലി ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ്. അമ്പട, എവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ ജോലി ചോദ്യം ചോദിക്കുക എന്ന് എഴുതി വച്ചിട്ടുള്ളത്? ഇതൊന്നും ഭരണഘടനയിലുള്ള കാര്യങ്ങളൊന്നുമല്ല. പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണകക്ഷി അല്ല എന്നാണ് അർത്ഥം. അല്ലാതെ എല്ലാത്തിനെയും എതിർക്കുന്നവർ, എല്ലാത്തിനെയും എതിർത്ത് വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നവർ, അനവസരത്തിൽ രാജ്യത്തിന് ദ്രോഹകരമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഇതൊന്നും പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമല്ല. ഇങ്ങനെയല്ല പ്രതിപക്ഷം പ്രവർത്തിക്കേണ്ടത്. ബട്ട് ഒരു ലിമിറ്റ് കഴിഞ്ഞ് രാജ്യം നശിച്ചാലും വേണ്ടുകയില്ല, തനിക്കെങ്ങനെയെങ്കിലും 10 ക്യാമറയുടെ വെളിച്ചത്തിൽ നിൽക്കണം, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകണം. ഇയാൾ എന്ന് പ്രധാനമന്ത്രിയാകുമെന്ന് എനിക്കറിഞ്ഞൂടാ കേട്ടോ. പ്രൈം മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷം കുറേയായി. ഇപ്പോഴത്തെ അവസ്ഥയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പോലും രാഹുൽ ഗാന്ധിയെ പ്രൈം മിനിസ്റ്റർ ആക്കുകയില്ല. അവരാക്കുന്നത് പ്രിയങ്ക ഗാന്ധിയായിരിക്കും. പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സെൻസിബിളാണ് എന്ന് നാട്ടുകാർക്ക് തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. കുറഞ്ഞ പക്ഷേ എനിക്കെങ്കിലും തോന്നിയിട്ടുണ്ട്. ആ പെങ്കൊച്ചിന് ശക്കലം കൂടെ വെളിവുണ്ട് ഇവനേക്കാളും, ഈ ചെറുക്കനേക്കാളും. എന്താ ഇയാളെപ്പറ്റി പറയും? എന്നിട്ട് ടി വിയിൽ ഈ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വെള്ള ടീഷർട്ട് ഉണ്ടല്ലോ, മസിലുമൊക്കെ പിടിപ്പിച്ച് നടക്കുന്നത്. ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ആരെയോ ആക്രമിക്കാനെന്ന വണ്ണം അഗ്രസീവ് ബോഡി ലാംഗ്വേജുമായിട്ടാണ് എപ്പോഴും രാഹുൽ ഗാന്ധിയെ കാണുക. പുള്ളിയുടെ മുഖത്ത് കണ്ടിട്ടുണ്ടോ? പുള്ളി ചിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. എപ്പോഴും ഗ്രിം ഫേസ്ഡാണ്, ദേഷ്യമാണ്, ആരെയോ ആക്രമിക്കാൻ പോകുന്നു എന്നുള്ള ഭാവത്തിലാണ്. പത്രസമ്മേളനത്തിനൊക്കെ വന്നിരിക്കുന്നു, മൈക്ക് ഇങ്ങോട്ട് ചുമ്മാ ഒന്ന് വലിച്ചു വയ്ക്കുന്നു. അത് നേരെ മുമ്പിലേ ഇരിക്കുന്നത്, എന്നാലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അനക്കിയിട്ട് മസിലൊക്കെ പിടിച്ചിട്ട് എന്തിനാപ്പം ഈ ബലം പിടുത്തം? ആരോടാണ് ഈ ബലം പിടുത്തം? സ്വന്തം രാജ്യത്തോട്. സ്വന്തം രാജ്യത്തെ സ്ഥലം എത്ര ഈ കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ സറണ്ടർ ചെയ്തിട്ടുണ്ട്? രാഹുൽ ഗാന്ധിയോട് നമ്മൾ ചോദിച്ചു എന്ന് വയ്ക്കുക, 1962 ചൈനീസ് യുദ്ധത്തിൽ നമുക്ക് എത്ര ടാങ്ക് നഷ്ടപ്പെട്ടു, എത്ര വിമാനം നഷ്ടപ്പെട്ടു എന്ന് ചോദിക്കാൻ പാടില്ല. കാരണം അന്ന് വ്യോമയാന യുദ്ധം നടന്നില്ല. നെഹ്റു ഉപയോഗിച്ചില്ല, വിമാനങ്ങൾ ഉപയോഗിച്ചില്ല. അതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് വേറൊരു ചരിത്രമാണ്. എന്തുമായിക്കോട്ടെ, ദർ വാസ് നോ എയർ സ്ട്രൈക്ക് ഓൺ ചൈന. വിമാനങ്ങൾ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, വിമാനങ്ങൾ അന്നും ഉണ്ട്. പക്ഷേ വിമാനം പറപ്പിക്കണ്ട എന്ന് തീരുമാനിച്ചു. എന്തുമായിക്കോട്ടെ, തോറ്റു തുന്നം പാടി. എത്ര സ്ക്വയർ കിലോമീറ്റർ ചൈന കൊണ്ടുപോയി നമ്മുടെ സ്ഥലം? രാഹുൽ ഗാന്ധി പറയണം, അതിനുത്തരം പറയണമല്ലോ. 1971 യുദ്ധത്തിൽ എത്ര സ്ഥലം നമ്മൾ പിടിച്ചെടുത്തു, എത്ര തിരിച്ചു കൊടുത്തു, എത്ര പട്ടാളക്കാരെ പിടിച്ചെടുത്തു, എത്ര തിരിച്ചു കൊടുത്തു, ഇതൊക്കെ പറയണ്ടേ? 1965 യുദ്ധം നടന്നു, ലാൽ ബഹദൂർ ശാസ്ത്രി ഉള്ളപ്പോൾ. അന്ന് സംഭവിച്ച നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണ്? എത്രയോ കാലം കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കി, INS ഖുക്രി എന്ന ഒരു യുദ്ധക്കപ്പൽ ഭാരതത്തിന് ആ യുദ്ധത്തിൽ നഷ്ടപ്പെട്ടു, അറേബ്യൻ കടലിൽ. ദ്വാരക പോർട്ട്, ദ്വാരക സീ പോർട്ടാണ് ദ്വാരകയിലുള്ള തുറമുഖം, അത് ആക്രമിക്കപ്പെട്ടു. സീരിയസ് ആയ ഡാമേജ് ഉണ്ടായി ദ്വാരകയ്ക്ക്. ഇതെല്ലാം യുദ്ധമൊക്കെ കഴിഞ്ഞാണ് പുറത്തു വരുന്നത്. ഈ രാഹുൽ ഗാന്ധി പ്രതീക്ഷിക്കുന്ന പോലെ, ആഗ്രഹിക്കുന്ന പോലെ, പ്രാർത്ഥിക്കുന്നത് പോലെ ഭാരതത്തിൻ്റെ വിമാനങ്ങളെല്ലാം മുടിഞ്ഞ് പണ്ടാറം കടഞ്ഞ ദൈവമേ, കുറഞ്ഞതൊരു 10 വിമാനമെങ്കിലും ഈ ഉണക്കത്തേങ്ങ വീഴുന്ന പോലെ വീണ് കിട്ടണം എന്നൊക്കെ അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ഏതായാലും ഇത് വീണോ വീണില്ലയോ എന്നൊക്കെയുള്ള വിവരം പുറത്തു വരാൻ താമസിക്കുമെന്ന് സാമാന്യ ബുദ്ധിക്ക് നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് പോലും മനസ്സിലാവും. രാഹുൽ ഗാന്ധിക്ക് അത് മനസ്സിലാകാഞ്ഞിട്ടല്ല. രാഹുൽ ഗാന്ധി പാകിസ്ഥാനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ 59 MP പോയിട്ട് നാട് നീളെ അങ്ങനെ ഇപ്പോൾ ഭാരതം ഷൈൻ ചെയ്യണ്ട, ഇത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ്. അതിന് അദ്ദേഹം കണ്ടുപിടിച്ചാണ്, ആദ്യമേ തന്നെ ഞങ്ങൾ അവരോട് പറഞ്ഞു, ഇങ്ങനെ ടെറർ ടാർഗറ്റാണ് ഞങ്ങൾ ഹിറ്റ് ചെയ്യാൻ പോകുന്നത്, ഇവിടെ വെച്ച് നിർത്തിയാൽ നിങ്ങൾക്ക് കൊള്ളാം
എന്നൊരു വാണിംഗ് ഇഷ്യൂ ചെയ്തു. ഇതാർക്കും അറിഞ്ഞോളൂ, നമ്മൾ തിരിച്ചടിക്കുമെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ, എല്ലാവർക്കും അറിയാമായിരുന്നു. ഇനി ഇപ്പോൾ പറയുന്നത് നിങ്ങൾ തിരിച്ചടിക്കുന്നത് സൂത്രത്തിന് അവർക്ക് ലീക്ക് ചെയ്ത് കൊടുത്തതുകൊണ്ട് മസൂദ് അസർ അവിടെ നിന്ന് ഒളിച്ചു മാറി. ആ ടെറർ ബിൽഡിങ്ങിൽ നിന്ന് അയാൾ ഒളിച്ചുപോയി, അയാൾ രക്ഷപ്പെട്ടു. എന്നാൽ പിന്നെ ബാക്കിയുള്ളവർക്കും രക്ഷപ്പെടാമായിരുന്നല്ലോ. ഈ 9 സ്ഥലത്തായിട്ട് 100 ചില്ലാനും ടെററിസ്റ്റുകൾ മരിച്ചുപോയി. ഓടിക്കോടാ എന്ന് പറഞ്ഞുകൊണ്ട് മസൂദ് അസറിന് ഓടാമായിരുന്നു, ബാക്കിയുള്ളവർ ഇറങ്ങി ഓടിയാനെ ഇല്ലേ? മസൂദ് അസർ മാത്രം സൂത്രത്തിന് ഈ വിവരം കിട്ടി, ഞാൻ രക്ഷപ്പെട്ടോട്ടെ ബാക്കിയുള്ളവർ തൊലയട്ടെ എന്ന് അയാൾ വിചാരിക്കാനുള്ള ന്യായം എന്താ? ഒന്നും അങ്ങോട്ട് ഒക്കുന്നില്ല രാഹുൽ ഗാന്ധി, ഒന്നും മെനയാകുന്നില്ല കോൺഗ്രസ്. ഇങ്ങനെ ഒന്നും ചെയ്യരുത്. ഇതിൻ്റെ പേര് ശുദ്ധമേ രാജ്യദ്രോഹം എന്നാണ്, വേറെ ഒന്നും തന്നെയല്ല. ഇത് കൂടുതൽ ഞാനൊന്നും പറയുന്നുമില്ല, കൂടുതൽ പറയാൻ വരട്ടെ. ഇനിയും ഈ പ്രശ്നം ഇവിടെ വെച്ച് തീരുകയില്ല കേട്ടോ. ഇത് നമ്മളിപ്പോൾ പച്ച മലയാളത്തിൽ പറയാനുണ്ടല്ലോ, ഒരു നടയ്ക്ക് പോവില്ല എന്ന്. അതുപോലെ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ചരക്ക് ഒരു നടയ്ക്ക് പോവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കൂടുതൽ വർത്തമാനവുമായിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. വിവരങ്ങളിപ്പോൾ പുറത്ത് വരുന്നതേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയുടെ ചെയ്തികൾ കുറേ അധികം തുറന്ന് കാണിക്കേണ്ടിയിരിക്കുന്നു. ഒരാളിനെ ഇങ്ങനെ അങ്ങ് കയറൂരി വിടാൻ സാധ്യമല്ല. കാരണം രാഷ്ട്രത്തിൻ്റെ താല്പര്യമാണ് ഏറ്റവും വലുത്. രാഹുൽ ഗാന്ധിക്ക് അയാളുടെ കസേരയായിരിക്കാം വലുത്, ബട്ട് നാട്ടിലെ ജനങ്ങൾക്ക് രാഷ്ട്രത്തിൻ്റെ താല്പര്യമാണ് ഏറ്റവും വലുത്. അത് സംരക്ഷിക്കുന്നത് ഇന്ത്യൻ പട്ടാളമാണ്. അവരെ സംരക്ഷിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റുമാണ്. ആർക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇപ്പോഴത്തെ സ്ഥിതി അതാണ്. രാഹുൽ ഗാന്ധിക്ക് കണ്ണിൽ പിടിക്കുന്നില്ലെങ്കിൽ കണ്ണ് പൂട്ടി വീട്ടിലിരിക്കട്ടെ. ഈ നോൺസെൻസിക്കൽ ചോദ്യവുമായിട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം രാഹുൽ ഗാന്ധിയെ റോഡിൽ സാധാരണ ജനം കൈകാര്യം ചെയ്യുന്ന സ്ഥിതി വരും. എന്തൊരു കഷ്ടമാണ് ഈ മനുഷ്യൻ്റെ കാര്യം. വേറെന്ത് പറയാൻ? താങ്ക് യു.